Today we discuss about demand schedule and demand curve. Demand schedule. It is a table that shows the different quantities in demand at different prices. Demand schedule എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിൾ ഫോർമാറ്റിൽ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് ഡിമാൻഡും അതുപോലെ തന്നെ നമുക്കറിയാം ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഡിമാൻഡ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് പ്രൈസസിലാണ്. ഓക്കെ, അതിൻ്റെ ഒരു ടേബിൾ ഫോർമാറ്റ് പ്രസൻറ്റേഷനെയാണ് നമ്മൾ ഷെഡ്യൂൾ, ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയാം. ദർ ആർ ടു ടൈപ്സ് ഓഫ് ഡിമാൻഡ് ഷെഡ്യൂൾ. മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഡിമാൻഡ് ഷെഡ്യൂളാണുള്ളത്. ഒന്ന് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളും മറ്റൊന്ന് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളും. ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ, മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. അപ്പോൾ അതിൽ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിൾ ആയിട്ടുള്ള പ്രസൻറ്റേഷൻ, ഡിമാൻഡിന് ഒരു ടേബിൾ ആയിട്ടുള്ള പ്രസൻറ്റേഷൻ. നമുക്കറിയാം ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഡിമാൻഡ് ചെയ്യുന്നത് എന്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? പ്രൈസ് നോക്കിയിട്ടാണ്. പ്രൈസിനനുസരിച്ചിട്ടാണ് എത്ര ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യണമെന്ന് കൺസ്യൂമർ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനൊരു ടേബിൾ ഫോർമാറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുക. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളും മറ്റൊന്ന് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളും. ഇനി എന്താണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയാം? ഇറ്റ് ഈസ് എ ടേബിൾ ദാറ്റ് ഷോസ് ദ ഡിമാൻഡ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ കസ്റ്റമർ ഫോർ എ കമോഡിറ്റി ഇൻ റിലേഷൻ ടു ഇറ്റ്സ് പ്രൈസ്. ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമറുടെ ഡിമാൻഡ്, ഒരു കമോഡിറ്റിയോടുള്ള, ഒരു കമോഡിറ്റി വാങ്ങാനായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ കസ്റ്റമറുടെ ഡിമാൻഡ് എങ്ങനെയാണ് അയാൾ ഡിമാൻഡ് ചെയ്യുന്നത്? എന്തിൻ്റെ ബേസിലാണ്? പ്രൈസ് നോക്കിയിട്ട്, ഇൻ റിലേഷൻ ടു ഇറ്റ്സ് പ്രൈസ്. അതിന് ഒരു ടേബിളിൻ്റെ ഫോർമാറ്റിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഇൻഡിവിജ്വലിൻ്റെ മാത്രമാണ്, നമുക്കതിനെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയാം. അപ്പം അതിനു വേണ്ടി നമ്മളിവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ രണ്ട് കോളമാണ് നമുക്ക് വേണ്ടത്. ഒരു കോളത്തിൽ പ്രൈസ് വേണം, അടുത്ത കോളത്തിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് വേണം. ഓക്കെ, പ്രൈസ് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പത്തിന് വേണ്ടി പ്രൈസ് 1, 2, 3 എന്ന് പറഞ്ഞ് അപ് ടു 5 വരെ എടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി ഡിമാൻഡ് 50, 40, 30, 20, 10. നമ്മൾ 50, 40 ഒരു 10 വെച്ച് കുറച്ച് എഴുതി. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏത് പ്രൈസും ഏത് ക്വാണ്ടിറ്റി ഡിമാൻഡ് വേണമെങ്കിലും എടുക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഇവിടെ പ്രൈസ് 1 ആയിരുന്നു, 1 ഉള്ളപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 50 ആണ്. അത് 2 ആയിട്ട് കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി 2 ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ, പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 40 ആയിട്ട് കുറഞ്ഞു. വീണ്ടും പ്രൈസ് 2ൽ നിന്ന് 3 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് പ്രൈസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഡിമാൻഡ് ചെയ്യുന്ന ആളുകൾ കുറയ്ക്കും. 30 ആക്കിയിട്ട് കുറച്ചു. ദെൻ പ്രൈസ് 3ൽ നിന്ന് 4 ആയി, വീണ്ടും 4ൽ നിന്ന് 5 ആയി. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 50 ഉണ്ടായിരുന്നു, കുറച്ച് പ്രൈസ് കൂടി 5 വരെ പ്രൈസ് എത്തിയപ്പോഴത്തേക്കും ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറച്ച് 10 വരെ ആയി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ടേബിൾ ഫോം ചെയ്യാം. പക്ഷേ ടേബിൾ ഫോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു വരണം. ഓക്കെ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമറുടെ മാത്രം ഡിമാൻഡ് റെപ്രസെൻ്റ് ചെയ്യുന്ന ടേബിളിനെയാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളാണ്. മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഇറ്റ് ഈസ് എ സമ്മേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾസ് ആൻഡ് depicts the demand of different customers for a commodity in relation to its price. മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളുകളുടെ ഒരു സമ്മേഷനാണ്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളുകൾ തമ്മിൽ ആഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്മാണ് നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഓക്കെ, അതിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കസ്റ്റമേഴ്സിൻ്റെയും, ഒന്നിൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ നമ്മളവിടെ പ്രസൻറ്റ് ചെയ്യുന്നു. അവരുടെ പ്രൈസിനോടുള്ള റിലേഷൻഷിപ്പ്, ഓരോ കൺസ്യൂമേഴ്സിൻ്റെയും ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളിൽ കാണുന്നത്. അങ്ങനെയുള്ള ഓരോ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിൻ്റെയും ഡിമാൻഡുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. അതിന് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് എ സമ്മേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ. ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ സമ്മേഷനാണ്, അതിൻ്റെയൊക്കെ ടോട്ടലാണ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. അത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമ്മളവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ടേബിളിൽ നമുക്ക് 4 കോളമാണ് ടേബിളിൽ വേണ്ടത്. ഫസ്റ്റ് കോളത്തിൽ പ്രൈസ്, സെക്കൻഡ് കോളത്തിൽ ഇൻഡിവിജ്വൽ എയുടെ, അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡിമാൻഡ്, തേർഡ് കോളത്തിൽ ഇൻഡിവിജ്വൽ ബിയുടെ ഡിമാൻഡ്. നമുക്കിവിടെ 2 ഇൻഡിവിജ്വലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് എത്ര ഇൻഡിവിജ്വൽ വേണമെങ്കിലും എടുക്കാം. ഇൻഡിവിജ്വൽ എ എടുക്കാം, ഇൻഡിവിജ്വൽ ബി, ഇൻഡിവിജ്വൽ സി, അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ഇവിടെ പ്രസൻറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു ടേബിൾ ഫോമിൽ കാണിക്കാൻ ഈസിനെസ്സിന് വേണ്ടി നമുക്കിവിടെ 2 ഇൻഡിവിജ്വലാണ് എടുത്തിരിക്കുന്നത്, ഇൻഡിവിജ്വൽ എയും ഇൻഡിവിജ്വൽ ബിയും.
മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വൽ എയുടെയും ഇൻഡിവിജ്വൽ ബിയുടെയും ഡിമാൻഡുകളുടെ സമ്മേഷനാണ്. മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സമ്മേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഈ ഫസ്റ്റ് പ്രൈസും അതുപോലെ ഇൻഡിവിജ്വൽ എയുടെ ഡിമാൻഡും ഇത്രയും അടങ്ങുന്നതായിരുന്നു നമ്മുടെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ. ഓക്കെ, മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളിൽ ഇൻഡിവിജ്വൽ എയുടെ കൂടെ വേറൊരു ഇൻഡിവിജ്വലും കൂടെ ഇൻഡിവിജ്വൽ ബിയുടെ കൂടെ ഡിമാൻഡ് നമ്മൾ എടുക്കുകയും മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ എ ഇൻഡിവിജ്വലിൻ്റെ ഡിമാൻഡും ബി ഇൻഡിവിജ്വലിൻ്റെ ഡിമാൻഡും കൂടെ ആഡ് ചെയ്താണ് ഇവിടെ എഴുതിയിരിക്കുന്ന മാർക്കറ്റ് ഡിമാൻഡ് വാല്യൂ. ഓക്കെ, 1 എന്ന് പറയുന്ന പ്രൈസിൽ ഇൻഡിവിജ്വൽ എ ഡിമാൻഡ് ചെയ്യുന്നത് 50 യൂണിറ്റ്സ് ആണ്, ഇൻഡിവിജ്വൽ ബി ഡിമാൻഡ് ചെയ്യുന്നത് 60 യൂണിറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ മാർക്കറ്റിൻ്റെ ഡിമാൻഡായിട്ട് നമുക്കിവിടെ 2 കൺസ്യൂമറെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മാർക്കറ്റ് ഡിമാൻഡായിട്ട് ഈ 2 കൺസ്യൂമേഴ്സിൻ്റെയും ഡിമാൻഡ് ആഡ് ചെയ്ത് നമ്മളിവിടെ 110 എന്ന് എഴുതി. ഓക്കെ, സെക്കൻഡ് അതായത് പ്രൈസ് 1ൽ നിന്ന് 2 ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ ഇൻഡിവിജ്വൽ എയുടെ ഡിമാൻഡ് 50ൽ നിന്ന് 40യിലേക്ക് ഡിക്രീസ് ചെയ്തു. അതേസമയം ഇൻഡിവിജ്വൽ ബിയുടെ ഡിമാൻഡ് 60ൽ നിന്ന് 50യിലേക്ക് ഡിക്രീസ് ചെയ്തു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഡിമാൻഡ് 110ൽ നിന്ന് 90 ആയിട്ട് കുറഞ്ഞു. എങ്ങനെയാണ് 90 കിട്ടിയത്? ഇൻഡിവിജ്വൽ എയുടെ ഡിമാൻഡ് പ്ലസ് ഇൻഡിവിജ്വൽ ബിയുടെ ഡിമാൻഡ്, അതാണ് നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് എ പ്ലസ് ബി. ദെൻ പ്രൈസ് ഇൻക്രീസ് ടു 2 to 3. പ്രൈസ് ഇൻക്രീസ് ചെയ്തു. ഇൻഡിവിജ്വൽ എയുടെ ഡിമാൻഡ് 40ൽ നിന്ന് 30 ആയിട്ട് ഡിക്ലൈൻ ചെയ്തു. ദെൻ ഇൻഡിവിജ്വൽ ബിയുടെ ഡിമാൻഡ് 50ൽ നിന്ന് 40 ആയിട്ട് ഡിക്ലൈൻ ചെയ്തു. മാർക്കറ്റ് ഡിമാൻഡ് അപ്പോൾ 90ൽ നിന്ന് 70 ആയിട്ട് കുറഞ്ഞു. എങ്ങനെയാണ് 70 ആയിട്ട് കുറഞ്ഞത്? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 30 + 40 ആഡ് ചെയ്തപ്പോൾ 70 ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. അപ്പോൾ അതനുസരിച്ച് പ്രൈസ് ഇൻക്രീസ് ചെയ്ത് 5 എന്ന് പറയുന്ന പ്രൈസിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഇൻഡിവിജ്വൽ എയുടെ ഡിമാൻഡ് ഡിക്ലൈൻ ചെയ്ത് 10 ആയി, ഇൻഡിവിജ്വൽ ബിയുടെ ഡിമാൻഡ് 20 ആയി, മാർക്കറ്റ് ഡിമാൻഡും ഫോളോ ചെയ്തു 30 ആയി. നമുക്കറിയാം മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡിൻ്റെ ഇൻക്രീസും ഡിക്രീസും ഡിസൈഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസിൻ്റെ ഡിമാൻഡാണ്. ഓക്കെ, അതാണ് നമ്മളിവിടെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഇൻഡിവിജ്വൽ എ നമ്മൾ പറഞ്ഞു, നമുക്ക് ഓർക്കാനായിട്ട് ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഏറ്റവും ഈസി ആയിട്ട് ഓർക്കാൻ 50, 40, 30, 20, 10 എന്നുള്ള ഒരു ഓർഡറിലേക്ക് നമ്മൾ എഴുതി. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ബിയുടെയും 60, 50 ഒരെണ്ണം കൂടുതൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ് സെയിം ആവാതിരിക്കാൻ. അപ്പോൾ 60, 50, 40, 30, 20 അങ്ങനെ കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ ഇൻഡിവിജ്വൽ സി എടുക്കാം. അപ്പോൾ അത് 70, 60, 50 അങ്ങനെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓർക്കാം. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡിൽ എയുടെയും ബിയുടെയും സിയുടെയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് നമുക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ നമുക്ക് മിനിമം 2 ഇൻഡിവിജ്വലെങ്കിലും വേണം നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് കാണിക്കാനായിട്ട്. ഓക്കെ, അത്രയും ക്ലിയർ ആയി കാണും. ഇനി അടുത്ത് ഡിമാൻഡ് കർവാണ്. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കർവ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു ഗ്രാഫിക്കലായിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്യുന്നതിന് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് എപ്പോഴും കർവ് എന്ന് പറയാം. ദ ഡിമാൻഡ് കർവ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് എ ഗുഡ് ഓർ സർവീസ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫോർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഒരു ഗ്രാഫിൻ്റെ ഫോമിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിമാൻഡ് കർവും നമ്മുടെ ഡിമാൻഡ് ഷെഡ്യൂൾ പോലെ തന്നെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവും മറ്റൊന്ന് മാർക്കറ്റ് ഡിമാൻഡ് കർവും. ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവും മാർക്കറ്റ് ഡിമാൻഡ് കർവും. ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ. ഒരു ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ആണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്. അതിൽ എക്സ് ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്വാണ്ടിറ്റിയാണ്, വൈ ആക്സിസിൽ പ്രൈസാണ്. നമ്മളൊരു ജനറൽ ആയിട്ടുള്ള ഡയഗ്രാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി മാർക്ക് ചെയ്തു, വൈ ആക്സിസിൽ പ്രൈസ് മാർക്ക് ചെയ്തു. ഇവിടെ പ്രൈസ് PA എന്ന് പറയുന്ന പ്രൈസ്, ഒരു ഹയർ പ്രൈസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് QA ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. പ്രൈസ് ഫോൾ ചെയ്തു, പ്രൈസ് PAയിൽ നിന്ന് PB ആയിട്ട് പ്രൈസ് ഫോൾ ചെയ്തു, അതനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. നമുക്കറിയാം ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയും. ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് വരച്ചു. നമുക്കിവിടെ നേരത്തെ നമ്മൾ കണ്ടു ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ കണ്ടു. ഈ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ വെച്ചുകൊണ്ട് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് വരയ്ക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ എക്സ് ആക്സിസിൽ ഇവിടെ ക്വാണ്ടിറ്റി മാർക്ക് ചെയ്യുക, വൈ ആക്സിസിൽ പ്രൈസ് മാർക്ക് ചെയ്യുക. ഇവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5 വരെയാണ് പ്രൈസ് കൊടുക്കേണ്ടത്. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇവിടെ മാർക്ക് ചെയ്യുക. നമുക്കവിടെ 50 വരെയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ നമ്മൾ ജനറലായിട്ട് കൊടുത്തതല്ലാതെ നമുക്കിവിടെ 10, 20, 30, 40, 50 അങ്ങനെ ഇവിടെ മാർക്ക് ചെയ്യുക. പ്രൈസ് ഇവിടെ 1, 2, 3, 4, 5 മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്ത് നമുക്ക് ഓരോ പ്രൈസിനെയും ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഡിമാൻഡുകൾ മാർക്ക് ചെയ്യുമ്പോൾ ഈ ഷേപ്പിലുള്ള ഒരു ഡിമാൻഡ് കർവ് കിട്ടും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്
ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്. ഓക്കെ, ഇനി എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്? മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഈസ് ദ ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് ഇൻ എ ഗിവൺ മാർക്കറ്റ്. എല്ലാ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവുകളുടെയും കൂടിയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ സമ്മേഷൻ. ഒരു ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ സമ്മേഷൻ, എല്ലാത്തിൻ്റെയും കൂടി ഒരു അഡീഷനാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. മാർക്കറ്റ് ഡിമാൻഡ് കർവ് വരയ്ക്കുന്ന ഒരു ജനറൽ ആയിട്ടൊരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മളിവിടെ കൊടുത്തു ക്വാണ്ടിറ്റി ഇവിടെ മാർക്ക് ചെയ്തു, വൈ ആക്സിസിൽ പ്രൈസ് മാർക്ക് ചെയ്തു, എല്ലാത്തിലും എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റിയും വൈ ആക്സിസിൽ പ്രൈസും മാർക്ക് ചെയ്തു. ഇനി ഈ ഓരോന്നിലും പ്രൈസ് എത്രയാണോ P1 എന്ന് പറയുന്ന പ്രൈസിൽ ഇത്രയും ക്വാണ്ടിറ്റി, ആ പ്രൈസ് ഡിക്ലൈൻ ചെയ്ത് P2 എന്ന് പറയുന്ന പ്രൈസ് ആണെങ്കിൽ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ഇവിടെയും P1 ഈ സെയിം പ്രൈസ് തന്നെ ഇവിടെ ഫോളോ ചെയ്യാണ്. P1 എന്ന് പറയുന്ന പ്രൈസിൽ ഇത്രയും ക്വാണ്ടിറ്റി, P2 എന്ന് പറയുന്ന പ്രൈസിൽ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തു. ദെൻ മാർക്കറ്റ് ഡിമാൻഡ് കാണിക്കാനായിട്ട് ഈ സെയിം പ്രൈസ് P1 എന്ന് പറയുന്ന പ്രൈസ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു, P2 എന്ന് പറയുന്ന പ്രൈസ് ഇതിന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു, അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇതൊരു ജനറൽ ആയിട്ടൊരു ഡയഗ്രാം കൊടുത്തിരിക്കുകയാണ്. നമുക്കിവിടെ നമ്മുടെ ടേബിൾ വെച്ചുകൊണ്ട്, ഈ ടേബിൾ വെച്ചുകൊണ്ട് തന്നെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ ടേബിൾ വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാനത് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ നമുക്ക് ജനറലായിട്ട് നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്, ഒരു ഹൊറിസോണ്ടൽ സമ്മേഷൻ. ഇവിടെ ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്, മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഈസ് ദ ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് ഇൻ എ ഗിവൺ മാർക്കറ്റ്. ഒരു മാർക്കറ്റിലെ എല്ലാ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവുകളുടെയും കൂടിയുള്ള ഒരു ഹൊറിസോണ്ടൽ സമ്മേഷനാണ്. ഹൊറിസോണ്ടലായിട്ട് നമ്മൾ ഈ P1 P2 എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ് ഇങ്ങോട്ട്. ഒരു ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവിനെയാണ് നമുക്കിവിടെ മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ ഗുഡ് ബൈ ഓൾ ഇൻഡിവിജ്വൽ അറ്റ് വേരിയിങ് പ്രൈസ് പോയിന്റ്. ഒരു മാർക്കറ്റിലെ എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും ഡിമാൻഡ് നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ ദിസ് വേ വി ക്യാൻ ഒബ്റ്റെയിൻ ദ മാർക്കറ്റ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് പോലെ തന്നെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട്, ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് തന്നെ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് കർവും പ്രസൻറ്റ് ചെയ്യാം. മാർക്കറ്റ് ഡിമാൻഡ് കർവ് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്ത് എടുക്കുന്നതാണ്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവുകളുടെ സമ്മേഷനായിട്ട് നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്ത് വരുന്നതാണ്. ഡെറിവേഷൻ കാണിക്കാൻ അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യുന്നതാണെന്ന് കാണിക്കാനായിട്ട് നമ്മളിവിടെ P1 എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്ത് ഓരോ പോയിന്റിലും P1ൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന വേരിയേഷനും അതിൻ്റെ സമ്മേഷനായിട്ട് നമ്മളിവിടെ മാർക്കറ്റ് ഡിമാൻഡും കാണിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ടൈറ്റിൽ ഡിമാൻഡ് ഷെഡ്യൂൾ ആൻഡ് ഡിമാൻഡ് കർവ് ആയിരുന്നു. അതിലാദ്യം ഡിമാൻഡ് ഷെഡ്യൂൾ എന്താണെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കി വയ്ക്കുക, ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളാണ്. ഒരു ടേബിൾ പ്രസൻറ്റേഷനെയാണ് നമ്മൾ ഷെഡ്യൂൾ എന്ന് പറയാം. ഡിമാൻഡ് ഷെഡ്യൂൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളും മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളും. ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളിൽ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും വെച്ചുകൊണ്ടുള്ള ടേബിൾ പ്രസൻറ്റേഷനാണ്. അതിന് നമ്മൾ കർവായിട്ട് വരയ്ക്കുമ്പോൾ അതിന് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് എന്ന് പറയും. അതുപോലെ തന്നെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഇൻഡിവിജ്വൽസിൻ്റെ ഡിമാൻഡ് നമുക്കവിടെ പ്രസൻറ്റ് ചെയ്യണം. അതിൻ്റെ ടോട്ടൽ അല്ലെങ്കിൽ അതിനെ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡ്. അത് വെച്ചുകൊണ്ട് നമുക്ക് ഡയഗ്രാം വരയ്ക്കും. ആ ഡയഗ്രത്തിനെയാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുക. അതിൻ്റെ ഒരു ഡയഗ്രത്തിൻ്റെ പ്രസൻറ്റേഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ടേബിൾ വെച്ചുകൊണ്ടുള്ള ഡയഗ്രത്തിൻ്റെ പ്രസൻറ്റേഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.